ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഫ്രണ്ട് ആപ്പാണ്. യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റഗ്രാം തുറന്നാലും അതിനെ പ്രൊമോട്ട് ചെയ്ത് ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ സാധിക്കും. ഇതിൻ്റെ 1-2 പ്രൊമോഷൻ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഫ്രണ്ട് ആപ്പിൽ ഇങ്ങനത്തെ ഒരുപാട് ചലഞ്ചസ് ചെയ്യാം, ഗെയിംസ് കളിക്കാം, ചാറ്റ് റൂം ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഒരുപാട് ജെനുവിൻ കണക്ഷൻസ് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, അതിനാര് പറഞ്ഞു കോൺഫിഡൻസ് ഇല്ലാന്ന്? അത് ഞാൻ എന്റെ ഫ്രണ്ട് ആപ്പിലുള്ള ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരുന്നതാ. അതല്ലേ ഇപ്പം പ്ലേ സ്റ്റോറിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ആപ്പ്. അത് തന്നെയാ. ഈ ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അത് കൂടാതെ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ഗേൾസിന് ഗിഫ്റ്റ് കിട്ടും. അത് നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരോട് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഈ ആപ്പ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കോൺഫിഡൻസ് കൂടും. അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അറിയോ? വോയിസ് കോൾ, വീഡിയോ കോൾ, അവതാർ ഇമേജസ്, പിന്നെ വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് 100% സേഫും ആണ്. കൊള്ളാലോ. നീ എന്റെ കോൺഫിഡൻസ് കൂട്ടിയതിനോട് നിനക്ക് ആരുടെങ്കിലും കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും. അപ്പൊ ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. ഈ ഒരു വീഡിയോസിലൊക്കെ അവർ പറയുന്നത് ഈ ഒരു ആപ്പ് സേഫാണ്, നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് സംസാരിക്കാം, നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് സംസാരിച്ച് ഏണിങ്സ് ഉണ്ടാക്കാം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതിൽ വോയിസ് റെക്കഗ്നൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സേഫാണ് എന്നുള്ളത്. അത് വോയിസ് റെക്കഗ്നൈസേഷൻ ഉള്ളത് നിങ്ങൾ ലേഡീസ് ആണോ ജെൻസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ ഇതുപോലെയുള്ള യൂട്യൂബേഴ്സിൻ്റെ വാക്കുകളിൽ പ്രലോഭിതരാവുന്നതിന് മുമ്പ് ഒരു കാര്യം ചിന്തിക്കുക. ഏണിങ്സ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ പലരും വരും, പക്ഷേ എവിടെയും ഹാർഡ് വർക്ക് ചെയ്യാണ്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ആപ്പുകളിൽ നമ്മൾ എന്തു തരം ജോലിയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിച്ചു നോക്കുക. വെറുതെ ഒരാളോട് സംസാരിച്ചെന്നാൽ നമുക്ക് ആരും ക്യാഷ് തരില്ല. അവർ ഇഷ്ടപ്പെടുന്ന തരത്തിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവർക്ക് എന്തെങ്കിലും തരാൻ തോന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട് ആപ്പ് സേഫാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് ആപ്പ് എന്താണെന്നും അവിടെ എന്താണ് നടക്കുന്നതെന്നും അത് എത്രത്തോളം സേഫാണ് എന്നും അല്ല എന്നുള്ളതും നമുക്ക് ഫ്രണ്ട് ആപ്പിൽ കയറി തന്നെ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട് ആപ്പ് എന്താണെന്ന് നോക്കിയാലോ. ആപ്പിൽ കയറി വരുമ്പോൾ തന്നെ റിയൽ ഫ്രണ്ട്സിനെ കണ്ടെത്തുക 100% സേഫ് എന്നൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്പറൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് അകത്തേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ വരുന്നത് ഇതുപോലെ ഒരു പരസ്യമാണ്. നിങ്ങൾക്ക് കോയിൻ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ വാങ്ങുക, അല്ലെങ്കിൽ ആ ഇൻറ്റു മാർക്കിൽ കൊടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. ഞാനിവിടെ വേണ്ട ക്യാൻസൽ എന്നാണ് കൊടുത്തേക്കുന്നത്. അതും കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണുക. അതിൽ ഹോം, കോള്, ഫ്രണ്ട്, ദംഷേഴ്സ് എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായും ഓരോ റൂമുകൾ കാണാൻ പറ്റും. ആദ്യം ഫ്രണ്ട് റേഡിയോയിലൊന്ന് കയറി നോക്കാം, അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഒരുപാട് റൂമുകളുണ്ട്. ഇതിൽ ഏതിൽ വേണമെങ്കിലും കയറി നോക്കാം. മൂന്നാല് പേരായിരുന്നു എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തോ അടികൂടിയ കേസൊക്കെയാണ് പറയുന്നത്. ഞാനതിൽ നിന്നും എക്സിറ്റായി. അടുത്തത് ലവ് സ്കൂൾ എന്നുള്ള റൂമിലാണ് കയറിയത്. അവിടെ ഇങ്ങനെ കുറേ പ്രൊഫൈൽസ് കാണാൻ പറ്റും. ഇതൊക്കെ ലേഡീസിൻ്റെ പ്രൊഫൈലാണ്. നമ്മളിതിൽ ഏതിലെങ്കിലും കോൾ ചെയ്താൽ നോക്കിക്കഴിഞ്ഞാൽ ആഡ് ഓൺ കോയിൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. കോയിൻ ഉണ്ടെങ്കിൽ വിളിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ റൂമിൽ സെലിബ്രിറ്റീസും സ്റ്റാർ ട്രെയിനേഴ്സും ആണ്. ഇതിൽ ഒരാളെ ഞാൻ സെലക്ട് ചെയ്തു. ഹേയ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സ്വപ്ന. ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് സെലിബ് റൂമിൽ ലൈവ് വരുന്നുണ്ട്. നിങ്ങളുമായി കണക്ട് ചെയ്യാനും എൻഗേജിങ് കാര്യങ്ങൾ സംസാരിക്കാനും നിങ്ങളുടെ ഒരു മികച്ച വേർഷനായി നിങ്ങൾക്ക് മാറ്റങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനും ഞാനിവിടെ കാണും. അപ്പോൾ ക്വസ്റ്റ്യൻസ് റെഡിയാക്കിക്കോളൂ. ഫ്രണ്ട് ആപ്പിൽ സീ യു സൂൺ. അതിൽ ആഡ് കോൾ കൊടുത്താൽ ഇതുപോലൊരു പരസ്യം വരും. ലേഡീസിൻ്റെ പ്രൊഫൈലിൽ ആഡ് കോൾ കൊടുത്താലും നമ്മൾ 99 രൂപയ്ക്ക് 200 കോയിൻ റീചാർജ് ചെയ്യണം. ഇതൊക്കെയാണ് കോയിൻ നിരക്കുകൾ. നിങ്ങളുമായി സംസാരിക്കാൻ നിങ്ങളുടെ മികച്ച ഒരു വേർഷനായി നിങ്ങളെ മാറ്റുന്നതിനായി ഞാനിവിടെ കാണും. അപ്പോൾ ഫ്രണ്ട് ആപ്പ് ഹേ ഫ്രണ്ട്സ്, എൻ്റെ പേര് സോജൻ. ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് സെൽഫ് റൂമിൽ ലൈവ് വരുന്നുണ്ട്. നിങ്ങളായിട്ട് കണക്ട് ചെയ്യാനും എൻഗേജിങ് കാര്യങ്ങൾ സംസാരിക്കാനും നിങ്ങളുടെ ഒരു മികച്ച വേർഷനാക്കി മാറ്റാനും ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാക്കി വെച്ചോളൂ. സീ യു സൂൺ ഓൺ ഫ്രണ്ട് ആപ്പ്. 2-3 പേരെ സെലക്ട് ചെയ്തപ്പോഴും എല്ലാവരുടെ സ്ക്രിപ്റ്റ് ഒരുപോലെയാണ്. ദംഷെയർ എന്താണെന്ന് നോക്കാം. फ्रेंड लाया है आपके लिए दमशराज। अब घर
बैठे खेलो वीडियो कॉल पे नए फ्रेंड्स के साथ। अपनी फिल्मी अदाओं से जीतो बॉयज के दिल। फ्री में एक गेम खेले, एक्टिंग और गेस करके जीते गारंटीड कैश रिवॉर्ड्स हर गेम में। प्ले नाउ। അറിയില്ലേ ആകെ നിങ്ങൾക്ക് 2 പേർക്കും കൂടിയോ ആപ്പ് മതി. ഫ്രണ്ടിനെ ഉണ്ടാക്കുന്ന റൂമിലേക്ക് പോകാം. അവിടെയും ഒരു 2-3 പേര് ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. ഇനി സ്വകാര്യ പരിശീലനം എന്നതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ഫ്രണ്ട് എന്ന ഓപ്ഷനാണ് കൊടുക്കുന്നത്. കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കോൾ കണക്റ്റ് ആവും. കോൾ കണക്റ്റ് ആവുമ്പോൾ തന്നെ ഇവിടെ വരുന്ന മെസ്സേജ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഹലോ ഹലോ, ഹലോ, എവിടെയാ? ഞാൻ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാ. ആദ്യമായിട്ടാണോ? ഇത് ശരിക്കും എന്താണ് ഇവിടെ എത്ര കുറെ ആയോ ഇതിനകത്ത്? ഞാൻ 6 മാസം മുമ്പ് ഇതിനകത്ത് കയറിയതാണ്. ആ പിന്നെ ഒരു 5-6 പ്രാവശ്യം കയറിയിട്ടുണ്ട്. ആണോ? ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ടോക്ക് മാത്രമാണോ? ആം, അതാണ് കൂടുതൽ ഇഷ്ടം. ആ ആ പിന്നെ ചില ആൾക്കാരല്ലാതെ ഉണ്ട്. ഓക്കെ. ഇല്ല, ഞാനിതുവരെ കയറിയിട്ടൊന്നുമില്ല. ആ. അപ്പൊ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. അപ്പൊ ഇതിനെ കുറിച്ച് യൂസ് ചെയ്തിട്ട് എന്താ തോന്നിയത്? എനിക്ക് കൂടുതലും എനിക്ക് കിട്ടുന്നത്, ഞാൻ ഒരു 48 വയസ്സുള്ള ആളാണ്. ഓക്കെ കൂടുതൽ ആൾക്കാരും ചെറിയ കുട്ടികളാണ്, 20-22, ഓ. പ്രത്യേകിച്ച് ഈ അവധി ദിവസങ്ങളിലൊക്കെ. ഓക്കെ. പിന്നെ ഒരു 35 വയസ്സിന് മുകളിലൂടെ ഞാൻ സംസാരിക്കാറുള്ളൂ. ഇപ്പം നമുക്ക് ജെൻസിനോട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ? അതേക്കുറിച്ച് എനിക്കറിയില്ല. നമുക്ക് ലേഡീസിനെ കിട്ടാറുള്ളൂ. ഇപ്പം കിട്ടുമ്പോൾ കൂടുതലും പിള്ളേരും ആ. മറ്റ് സംസ്ഥാനക്കാരൊക്കെയാണ്. ജസ്റ്റ് ഹൈ വായും പിള്ളേരൊക്കെയാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യും. ഓക്കെ. ചെറിയ ചില കുട്ടികൾ ആൾക്കാർ കല്യാണം കഴിച്ചാൽ എന്തോ? ചെറിയ കുട്ടികൾ 20-22 വയസ്സുള്ള കുട്ടികളാണ്. നമ്മൾ സംസാരിക്കാറില്ല. ഓക്കെ. പിള്ളേർ വന്നിട്ടും നോർമലി സംസാരം തന്നെയാണോ സംസാരിക്കുക? നോർമലി സംസാരിക്കും. ചിലർക്ക് ഇച്ചിരി സെക്സ് ഒക്കെ സംസാരിക്കും. ഓക്കെ. പിള്ളേരാകുമ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്യും. നമ്മളൊരു 19 വയസ്സിലൊക്കെയാണ് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യും. എന്ത് എക്സ്പീരിയൻസ് ആണ്? ഓക്കെ. ഉം. പിന്നെ ഇതിപ്പോ നമ്മൾ ഈ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ റീചാർജ് ചെയ്തിട്ട് നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ സംസാരിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് പൈസ കിട്ടും. എന്തോ? ഞങ്ങളുടെ പൈസ പോകും, നിങ്ങൾക്ക് പൈസ കിട്ടും. അതിൽ നിങ്ങൾക്ക് എന്താ ഉപകാരം? നമുക്ക് ചില നല്ല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ചിലർ പറയും. ഓക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഹാപ്പിനെസ്സിന് വേണ്ടിട്ട് ഇത്രയും പൈസ കളയണോ? ഇതൊക്കെ അത്രയല്ലേ ഉള്ളൂ. നമ്മളിപ്പം ഓഡിയോ കോൾ വിളിച്ചാൽ വലിയ പൈസ ഒന്നും ആകത്തില്ല. എന്തോ? മറ്റേ പൈസയും പോകും. ഓഡിയോ കോൾ വിളിക്കുമ്പോൾ ആ. നമുക്ക് ഒരു 600 രൂപ ചാർജ് ചെയ്ത് നമുക്ക് 2-3 മണിക്കൂർ സംസാരിക്കാം. നമുക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കുന്ന ഒരാളുണ്ട്. ഓക്കെ. അപ്പം കുറച്ച് നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഹാപ്പി ആവും. അൾട്ടിമേറ്റ്ലി നമ്മൾ ഹാപ്പിനെസ് ആണ് ആഗ്രഹിക്കുന്നത്. ഹാപ്പിയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഹാപ്പി ആണല്ലേ. അപ്പൊ തെറ്റൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഡയറക്റ്റ് കാണുകയോ ഒന്നും ചെയ്തില്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഈ പിന്നെ എന്താ, നിങ്ങൾ മാരീഡ് അല്ലേ? അതെ. വീട്ടിൽ സംസാരിക്കാൻ ആളില്ലേ? ഉണ്ട്. പക്ഷെ അത് ചേഞ്ച് അടയ്ക്കാം. പക്ഷെ നമ്മൾ വേറെ മോശമായിട്ട് പോകുന്നില്ല. എന്നാലും ആ ടൈം വീട്ടിലുള്ളവർക്ക് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്താൽ അത്രയാവൂലേ? നമ്മൾ മാക്സിമം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. ഓക്കെ. ഇതൊരു ജസ്റ്റ് എക്സ്പീരിയൻസ്. ഞാനും അങ്ങനെ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. മിക്കവാറും എന്റെ പ്രായത്തിലുള്ള കുറച്ച് സെക്സ് ഒക്കെ പറയും. നമ്മളതുകൊണ്ട് ചെറിയ ഹാപ്പി ആവും. ഓക്കെ. ഒരു ഉത്തേജനം അത്രേ ഉള്ളൂ. എന്തോ? നമുക്ക് ചെറിയൊരു എക്സ്പീരിയൻസ്, നമുക്ക് അതുവഴി ഒരു ഉത്തേജനം. ഓക്കെ. അതിലേക്ക് നമ്മൾ ചിലപ്പോൾ സ്വന്തം ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യും. ഓക്കെ. ഞാൻ ഫ്രാങ്കായിട്ട് പറഞ്ഞ കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. എന്റെ കാര്യം ഞാനും എന്താണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് അറിയാൻ വേണ്ടിട്ട് വന്ന ഒരാളാണ്. ഞാനത് എപ്പോഴൊന്നും പറയാറില്ല. അല്ല, നിങ്ങളിപ്പോ ഒരു 6 മാസം ആയതുകൊണ്ട് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അതെ അതെ. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ആ പറയാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. എല്ലാവരും അവരുടെ ജീവിത എക്സ്പീരിയൻസ് പറയും. കൂടുതൽ എക്സ്പീരിയൻസ് കൂടുതൽ ഹസ്ബൻഡ് കൂടെ ഇല്ലാത്തവരൊക്കെയാണ് കൂടുതൽ പറയാം. ഹസ്ബൻഡ് കൂടെ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ പുറത്ത് ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ, ഹസ്ബൻഡ് വിദേശത്തുള്ളവർ അവര് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും, അവർ സ്വന്തമായിട്ട് എങ്ങനെ എൻജോയ് ചെയ്യും ചിലർ പറയും. എവിടെ കറങ്ങി തിരിഞ്ഞു വന്നാലും അവസാനം അവിടെ എത്തും. അതാണ് ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ. എൻജോയ് ചെയ്യുന്നവരാണ്, പുറത്തൊന്നുമില്ല. നമ്മൾ വൈഫിനോടൊപ്പം എൻജോയ് ചെയ്യും. ഇത് ഒരു അപൂർവമായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ ഓക്കെ. നമ്മൾ ഹാപ്പിയാണ്. അപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കും. അല്ലാണ്ട് ഒരു ഞാൻ 35 വയസ്സ് അതിന് അറൗണ്ട് അതിനുള്ളിലേക്കുള്ള സംസാരിക്കാം. ഓക്കെ. പ്രായം ചോദിക്കും. കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ എന്താ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? അപ്പൊ എന്താ സംഭവം, ഫ്രണ്ടിനെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം കുറെ ആയി ഒന്ന് കാണുന്നു. അപ്പൊ ജസ്റ്റ് ഇവിടെ ഉള്ള ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നാലും എന്താണ് അവിടെ ഒരു പ്രത്യേകത എന്ന് അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന്. നിങ്ങൾക്ക് പൈസ മുടക്കൊന്നുമില്ലല്ലോ.
നിങ്ങൾക്ക് എക്സ്പെൻസസ് ഒന്നുമില്ലല്ലോ. നമുക്ക് ലേഡീസിനെ വിളിക്കണമെങ്കിൽ റീചാർജ് ചെയ്യണം. ഞാനിപ്പോ ചെക്ക് ചെയ്തപ്പോ കോയിൻ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ലേഡീസിന് ഇഷ്ടംപോലെ പരിചയക്കാരുള്ള ലേഡീസിനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, ജസ്റ്റ് ഞാനിങ്ങനെ നോക്കിയപ്പോഴേ ഇപ്പൊ ഞാൻ ഇതിൽ നോക്കിയപ്പോ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കുറെ സബ്ജക്റ്റ് ഒക്കെ വന്നു. അപ്പം എന്നോട് സംസാരിക്കാൻ പൈസ പോകുന്നുണ്ടോ? എന്തോ എന്നോട് സംസാരിക്കാൻ പൈസ പോകുന്നില്ല. ഇല്ല ഞാൻ ആ പ്രൊമോഷൻ വീഡിയോയിലും കണ്ടത് അങ്ങനെയൊക്കെ തന്നെയാണ്. ലേഡീസിന് സംസാരിക്കാൻ ഇത് വേണ്ട, പിന്നെ ജെന്റ്സിന് സംസാരിക്കാൻ ക്യാഷ് വേണം എന്നൊക്കെ തന്നെയാണ് ഞാനും കണ്ടത്. അപ്പൊ ഞാൻ ഈ ലേഡീസിന്റെ ആ ഒരു പ്രൊഫൈലൊക്കെ കാണുന്നത് ടച്ച് ചെയ്തപ്പോ അതിൽ ഇങ്ങനെ ലേഡീസ് ആണെങ്കിലും നമുക്ക് സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ ഈ ഫീലിംഗ്സ് കിട്ടിയല്ലോ. എന്താ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൽ എക്സ്പീരിയൻസ്. അവർ പറയുമോ? എന്തോ അത് നിങ്ങളോട് പറയല്ലോ അവര്. ഞങ്ങളോട് പറയുന്നത് നിങ്ങളോട് അല്ല, ജസ്റ്റ് ഫ്രണ്ട്സ് മേക്ക് ചെയ്യാൻ വേണ്ടിട്ടെന്ന് പറയുമ്പോ ആ ഒരു ഇതിലാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ട്സ് ജെന്റ്സ് മാത്രമല്ല ലേഡീസും ആവാലോ. ഇപ്പൊ എന്നെ സംസാരിക്കാൻ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. ആ ഒരു എക്സ്പീരിയൻസും കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെ വിചാരിച്ചതാണ്. നാട്ടിൽ തന്നെ. ഓക്കെ. മക്കളില്ല? 3 പേരുണ്ട്. ആൺകുട്ടികളാണോ? 2 ആണും 1 പെണ്ണും. ഓക്കെ. പ്രോബ്ലം അല്ല. ഇത്രയും സൗന്ദര്യമുള്ള ഇത്രയും തൃപ്തി കിട്ടുന്ന വേറെന്ത് കാര്യം ലോകത്തിലുണ്ട്? ഞങ്ങളെപ്പോലുള്ള ആരെങ്കിലും കൂടെ ഉണ്ട് കിച്ചണിലാണെങ്കിൽ, ഞങ്ങളെപ്പോലുള്ള ആരെങ്കിലും കൂടെ ഉണ്ട് ഭർത്താവായിട്ടെങ്കിൽ പുറകെ കൂടെ വന്ന് കഴുത്തിന്റെ പുറകിൽ ഉമ്മ വെക്കുക, അവിടെ 2 സാധനങ്ങൾ തല കൊടുക്കുക, സ്നേഹിക്കുക, പൊക്കളിൽ ഉമ്മ തരിക. ഈ ഒരു കോളില് നിങ്ങൾക്ക് പലതും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആള് ചെറിയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കുറച്ചൊക്കെ റെക്കോർഡ് ചെയ്തു. പിന്നെ ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ട് ഞാൻ ഫ്രണ്ട് ആപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഈ ഒരു കോള് കേട്ടിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട് ആപ്പ് സേഫ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എനിക്കത് അത്ര സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എവിടെ കറങ്ങി തിരിഞ്ഞു പോയാലും എന്ത് സബ്ജക്റ്റ് എടുത്തിട്ട് സംസാരിക്കാൻ നിന്നാലും അവസാനം കറങ്ങി തിരിഞ്ഞ് ഇതിലേക്ക് തന്നെ എത്തും എന്നതാണ് ആ പുള്ളി പറഞ്ഞൊരു കേസ്. ഞാൻ പുള്ളിയായിട്ട് അങ്ങനെ ഒരു ടോക്കിന് പോയതല്ല, ജസ്റ്റ് എന്താണ് ഫ്രണ്ട് ആപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയ എൻ്റെ അടുത്തും പുള്ളി കറങ്ങി തിരിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് പുള്ളി വന്നതും. പിന്നെ അപ്പോൾ എന്ത് ഫ്രണ്ട് ആപ്പ് ആണെന്ന് പറഞ്ഞാലും ഇത് എനിക്ക് അത്ര വലിയ സേഫായിട്ട് തോന്നുന്നില്ല. ഇതൊരു എന്താ പറയുക, ഒരു സെക്ഷൽ ആപ്പായിട്ട് തന്നെയാണ് എനിക്കിതിനെ പറയാനുള്ളത്. ടാങ്കോ അങ്ങനെയുള്ള വേറൊരു ആപ്പാണ്. ഈ ഒരു ആപ്പുകൾ പോലെ തന്നെ ഒരാപ്പായിട്ടാണ് എനിക്ക് ഈ ഒരു ഫ്രണ്ട് ആപ്പിനെ പറയാനുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഒരാപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ നമ്മൾ എന്തിനാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കേണ്ടത്? എന്ത് കാരണത്തിനാണ്? നമ്മളൊരു സാധനം അത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അത് ഓക്കെ ആണ്, അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് മറ്റുള്ളവരിലേക്ക് ഇൻഫർമേഷൻ തരുന്ന ആൾക്കാരെ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കാം. അല്ലാതെ ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം എന്നൊരു പ്രയോഗം മാത്രമേ ഇതിനെനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാവുന്നു. അതിനർത്ഥം നമ്മൾ പോയി കുഴിയിൽ ചാടിയാൽ അവർക്ക് വിഷയമല്ല, അത് അവരുടെ ബാധിക്കുന്ന കേസല്ല. കാരണം നിങ്ങൾക്ക് പോയി കുഴിയിൽ ചാടാം. ഞങ്ങൾ ഇങ്ങനെ ഒരു ആപ്പ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും എനിക്കറിയാം. അങ്ങനെ ഒരു ആപ്പ് ഞാൻ വീണ്ടും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഉപകാരത്തിനല്ല, അത് എനിക്ക് മാത്രം ഉപകാരം ഉണ്ടാക്കുന്ന ഒരു കേസാണ്. കാരണം നിങ്ങൾക്കത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള ക്യാഷ് വാങ്ങിയിട്ട് തന്നെയാണ് ഞാനത് യൂസ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല, എന്നാലും ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നെ നിങ്ങൾ ഒരിക്കലും ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ആ ഒരു കാര്യം വരുന്നില്ല. അതിപ്പോൾ ഞാനല്ല, വേറെ ഏത് ആൾക്കാരാണെങ്കിലും എനിക്കത് ശരിയായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇങ്ങനെയുള്ള ഒരു ആപ്പിനും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുമ്പോൾ പോലും അതൊരു കൂട്ടിക്കൊടുക്കുന്ന ഒരു ആപ്പായിട്ടാണ്. കാരണം ഇവരൊക്കെ കൂട്ടിക്കൊടുക്കുന്ന ആ ഒരു നിലയിലേക്ക് തരം താഴ്ന്നിട്ടാണ് ഈ ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്തതായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഫ്രണ്ട് ആപ്പ് എങ്ങനെ കൊള്ളാവോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ സാധനത്തിന് ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ക്യാഷ് കിട്ടുന്ന പരിപാടിയാകുമ്പോൾ അതിൽ എന്താ പറയുക, ഇങ്ങനത്തൊക്കെ കാണും, അത് ഉറപ്പാണ്. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ പലരിടത്തും പറഞ്ഞിട്ടുണ്ട്, അത് എനിക്കത്ര സേഫായിട്ടുള്ള ഒരാപ്പായിട്ട് തോന്നുന്നില്ല. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അറിയാതെ പോലും ഇത് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഇത് യൂസ് ചെയ്ത് ആ ഒരു ട്രാപ്പിൽ പോയി വീഴരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.
ഇതുപോലെയുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങൾ അറിയാത്തവരിലേക്ക് ഇതുപോലെയുള്ള ആപ്പുകൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ഭാര്യയുള്ളവരും മക്കളുള്ളവരും എല്ലാവരും വന്ന് ഓടിക്കേറും, ഇവിടെ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ. പക്ഷേ ചതി, അത് ആര് ചെയ്താലും അത് ചതിയാണ്. ഇങ്ങനെയുള്ളവർ, എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ളവർ കല്യാണം കഴിക്കാതിരിക്കുക. അപ്പോൾ അത് സംസാരിച്ചപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ആണെന്നാണ് പറഞ്ഞത്. വേറെ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ എക്സ്പീരിയൻസ്, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളവർ കല്യാണം കഴിക്കാനോ കുട്ടികളെ ഉണ്ടാക്കാനോ എന്തിനാണ് അവരുടെ ലൈഫ് നിങ്ങൾ തകർത്ത് കളയുന്നത്? ഇനി ഒരു സുപ്രഭാതത്തിൽ അവർ ഇതറിയുമ്പോഴുള്ളൊരു ആ ഒരു ഫീലിങ്സ് എനിക്ക് ആ ഒരു വ്യക്തിയോട് ചോദിക്കാൻ തോന്നി. ഇതേപോലെ നിങ്ങളുടെ മക്കൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തിരുത്താനോ അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ ഉള്ള യോഗ്യതയുണ്ടോ എന്ന് പോലും ചോദിക്കാൻ തോന്നിപ്പോയി. പിന്നെ ഇവരോടൊന്നും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളില്ലല്ലോ. സ്വയം തിരിച്ചറിയുക എന്നുള്ളത് അവരവനൊക്കെ എല്ലാവർക്കും ഉണ്ട്. ചില ആളുകൾ അങ്ങനെയാണ്, ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് തരം താഴ്ന്ന പണിയും ചെയ്യാൻ അവർ സന്നദ്ധരാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആപ്പുകളിലും ഇതുപോലെയുള്ള ഓരോ ചതിക്കുഴിയിലും വീണു പോകാതിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.